ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സിന്ദൂരപ്പൊട്ടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ അല്ലേ. അങ്ങനെ നമ്മുടെ നായിക ഒരു ഓട്ടോറിക്ഷ കാത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ദേ വരുന്നൊരു ഓട്ടോറിക്ഷ. അപ്പോൾ ഓട്ടോറിക്ഷക്ക് കൈ കാണിച്ചതും ആ ഓട്ടോറിക്ഷ നിർത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും തന്നെ രക്ഷിച്ച ആ നായകനാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇത് കണ്ട നായികയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുക. അപ്പോൾ നായിക ഇയാളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഇയാൾക്കാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നായകൻ്റെ പേര് അനന്തു എന്നാണേ. അപ്പോൾ എന്തുവാണെങ്കിൽ ചോദിക്കാൻ നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ എന്ന്. എനിക്കോ? നിങ്ങളാരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. നിങ്ങൾ ആരാന്നേ എന്നിങ്ങനെ ചോദിക്കുക. ആഹാ, ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അന്നേ നിങ്ങൾ ഓട്ടോറിക്ഷയിൽ വെച്ചാ അന്ന് സ്വർണം കളഞ്ഞു പോയില്ലേ? അണ്ട് ആ സ്വർണം കൊണ്ട് നിങ്ങൾ കല്യാണ മണ്ഡപത്തിലേക്ക് വന്നില്ലേ? ആ കല്യാണ പെണ്ണാ ഞാൻ. ആണോ? ആ കല്യാണ പെണ്ണാണോ നിങ്ങൾ? ഞാൻ അപ്പോഴേ എനിക്ക് തോന്നി എവിടെയോ കണ്ടൊരു പരിചയമുണ്ടെന്ന്. പക്ഷേ എനിക്കവിടെ മനസ്സിലായില്ല. അല്ല, അന്ന് മേക്കപ്പൊക്കെ ചെയ്ത് സുന്ദരിയായിട്ട് അല്ല, ഇപ്പോഴും സുന്ദരി തന്നെയാണ്. പക്ഷേ അന്ന് മേക്കപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ ജിമിക്ക കമ്മലൊക്കെ ഇട്ട് നെറ്റി ചുറ്റിയൊക്കെ ചുറ്റി അങ്ങനെ ഇരുന്നേച്ചല്ലോ. അപ്പോൾ ഇപ്പം സാധാരണ രീതിയിലല്ല നിൽക്കുന്നത്. പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചോദിച്ചത്. ഇത് കിട്ടഞ്ഞപ്പോഴേക്കും ആ മണവാട്ടി പെണ്ണ് തന്നെയാണ് ഞാൻ. അല്ല, നിങ്ങൾക്ക് എങ്ങോട്ട് പോകാനുള്ളത്? അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് നിൽക്കാതെ ഓട്ടോറിക്ഷയിലോട്ടൊന്ന് കയറുന്നേ എന്നിങ്ങനെ നായകൻ പറയാ. അങ്ങനെ ഇന്ദു നേരെ ഓട്ടോറിക്ഷയിലേക്ക് കയറുകയാണ്. അപ്പോൾ നായകൻ ഇങ്ങനെ സംസാരിക്കുക. എന്നാലും ആ കല്യാണ മണ്ഡപത്തിൽ വെച്ചേ തൻ്റെ ആ പെരുമാറ്റം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. ഏത് പെരുമാറ്റം? അല്ല, ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ എന്നാലും പെണ്ണുങ്ങൾക്കൊന്നും അങ്ങോട്ട് തൻ്റെ ഇടമില്ല. അച്ഛനമ്മമാർ പറയുന്ന ഏത് കല്യാണത്തിനും അവർ തല കുനിച്ച് കൊടുക്കും. എന്നിട്ടോ അവർ ആ വീട്ടിൽ ചെന്ന് കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരും. താനെന്താ ചെയ്തത്? എല്ലാവരെയും നന്നാക്കി മനസ്സിലാക്കി അവരുടെ സ്വഭാവം ശരിയല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ കല്യാണം തന്നെ താൻ വേണ്ടെന്ന് വെച്ചില്ലേ? തൻ്റെ ഭാവി പോലും ചിന്തിക്കാതെ തൻ്റെ ഇടമൊക്കെ എനിക്ക് ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടോ എന്നിങ്ങനെ ഈ നായകനിങ്ങനെ വാതോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ദുവിന് ഭയങ്കര സന്തോഷം തോന്നിയ. അപ്പോൾ അനന്തും പറയാണ്, ഞാൻ എൻ്റെ 2 പെങ്ങന്മാരോടും നിങ്ങളെക്കുറിച്ച് പറഞ്ഞായിരുന്നു. പറഞ്ഞോ? അല്ല, പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ പറയാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. നിങ്ങളെപ്പോലെ കണ്ടു പഠിക്കണമെന്ന് ഉറപ്പായിട്ടും ഇന്ന് ഏതായാലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെക്കുറിച്ച് പറയുന്നത് തന്നെയായിരിക്കും. നിങ്ങൾ അത്രയ്ക്ക് നല്ല പെൺകുട്ടി തന്നെയാണ്. എനിക്ക് നിങ്ങളുടെ ആ ക്യാരക്ടർ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നിങ്ങനെ സംസാരിക്കാം. ഇത് കേട്ട ഇന്ദുവിനും വളരെയേറെ താല്പര്യം തോന്നുകയാണ് ഈ അനന്തുവിനോട്. അപ്പോൾ എന്തിങ്ങനെ മനസ്സിന്തിക്കുകയാണ്. ഏതായാലും എടോ അനന്തു, ഏതായാലും ഈ പ്രാവശ്യം തനിക്ക് എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. പക്ഷേ നാളെ ഒരിക്കൽ തനിക്കും എന്നെ ഇഷ്ടപ്പെടുകടോ. എൻ്റെ ദൈവമേ, ഞാൻ ആഗ്രഹിച്ച് ആ നല്ല മനുഷ്യൻ ഇയാൾ തന്നെയാണോ? അതുകൊണ്ടായിരിക്കോ ഞാൻ ഓട്ടോറിക്ഷ കാത്തു നിന്നതും ഈ ഓട്ടോറിക്ഷ തന്നെ കയറാനുള്ള കാരണവും അത് തന്നെയായിരിക്കോ? ദൈവം ഇയാളെ എൻ്റെ മുന്നിലേക്ക് തന്നെ എത്തിച്ചതായിരിക്കോ എന്നൊക്കെ ഇങ്ങനെ ഇന്ദു ഓട്ടോറിക്ഷയിലിരുന്നിങ്ങനെ ആലോചിക്കാം. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുകയാണ് നമ്മുടെ ഇന്ദു. അങ്ങനെ പിന്നീട് അനന്തുവിൻ്റെ വീട് കാണിക്കുകയാണ്. അപ്പോൾ അനന്തുവിൻ്റെ വീട് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും നേരെ അനന്തുവിന് കല്യാണം ആലോചിച്ച് കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ കല്യാണം ആലോചിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോയി. ഇതെന്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, നിങ്ങളുടെ മകനെ ഞാൻ ടി വിയിൽ കണ്ടായിരുന്നു. അവൻ്റെ ആ ഒരു തൻ്റെ ഇടവും ആത്മാർത്ഥതയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്നിങ്ങനെ സംസാരിക്കാം. എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മയാണെങ്കിൽ ആകെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക. ദൈവം, അനന്തുവിൻ്റെ കല്യാണം. അപ്പോൾ ഈ അനന്തുവിൻ്റെ ഇളയമ്മ അവിടെ ഒരാളുണ്ട്. അപ്പോൾ ആ ഇളയമ്മയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു കുശുമ്പ്. ചേച്ചി ഇങ്ങോട്ടൊന്ന് വന്നേ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് പോവുക. ചേച്ചിയുടെ മനസ്സിലിരിപ്പ് എന്താ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. ഏതായാലും പെണ്ണിനെ കാണാൻ വേണ്ടി ചെറുക്കൻ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. ഇപ്പം നോക്കി, ചെറുക്കനെ കാണാൻ വേണ്ടി പെണ്ണിൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അതെന്താ ചേച്ചി അതിൻ്റെ അർത്ഥം? എനിക്കത് മനസ്സിലാവുന്നില്ല. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന്? ഇവരെന്തിനാ ഇപ്പം നമ്മുടെ വീട് തേടി വന്നിരിക്കുന്നത്? ചേച്ചി ഒരു കാര്യം ചിന്തിച്ചോ? ചേച്ചി അനന്തുവിൻ്റെ കല്യാണം നടത്തി കഴിഞ്ഞാലേ ആകെ പ്രശ്നവും. എന്ത് പ്രശ്നം? ചേച്ചി അനന്തു ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരും. ആ പെണ്ണ് ഏത് സ്വഭാവക്കാരിയാണെന്ന് നമുക്ക് മനസ്സിലാകില്ല. ലാസ്റ്റ് ഈ കുടുംബത്തിൽ അധികാരം സ്ഥാപിക്കാനായിട്ട് നോക്കും ആ പെണ്ണ്. പിന്നെ
ഇവിടെ 2 പെങ്ങന്മാരുണ്ട്, അനിയന്മാരുണ്ട്, ചേച്ചിയുണ്ട്. ഇവരെല്ലാവരും കൂടി ഈ പെണ്ണ് ചേർന്ന് നിങ്ങളെല്ലാവരെയും അടിച്ചു പുറത്താക്കിയാലോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പിള്ളേരെ കൊണ്ട് വീണ്ടും ചേച്ചിക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരില്ലേ? ആ ഒരു ഗതി വരരുത് ചേച്ചി. എൻ്റെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക്. എൻ്റെ മക്കളെ 2 പേരെയും ഞാൻ നല്ല ആത്മാർത്ഥതയോടെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. പക്ഷേ എൻ്റെ ഗതി എന്താണ്? എനിക്കിപ്പോൾ കയറി കിടക്കാനായിട്ട് ഒരിടം പോലും ഉണ്ടോ? അതുകൊണ്ടല്ലേ ചേച്ചി ഞാനിവിടെ കഴിയുന്നത്. ആ ഒരു ഗതി ചേച്ചിക്ക് വന്നു പോകരുത് ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് കുശുമ്പ് കുത്തുകയാണ് ഈ ഇളയമ്മ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ എടി ഇപ്പോൾ അവർ ഇങ്ങനെ കല്യാണം ആലോചിച്ചുകൊണ്ട് വന്നിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ അവരോട് എങ്ങനെയാണ് ഒന്ന് പോകാനായിട്ട് പറയുന്നത്? അപ്പോൾ ചേച്ചിയുടെ മനസ്സിലിപ്പോൾ എന്താ, ഈ കല്യാണം അങ്ങോട്ട് നടത്തി കളയാവുന്നോ? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞേട്ടോ, പക്ഷേ എൻ്റെ മനസ്സിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. ചേച്ചി ഈ കല്യാണം നടത്താതെ നോക്കിക്കോ, അല്ലെങ്കിൽ പ്രശ്നമാകെ. അനന്തുവിൻ്റെ കല്യാണം സാവകാശം നടത്തിയാൽ മതി. ഏതായാലും ഇവരുടെ കല്യാണമൊക്കെ കഴിയട്ടെ, അതിനുശേഷം അനന്തുവിൻ്റെ കല്യാണം നോക്കിയാൽ മതി എന്ന് പറയാം. ചേച്ചി ഏതായാലും അവരോട് ചെന്ന് മുഖത്തടിച്ച പോലെ പറഞ്ഞേക്ക്, ഞങ്ങളിപ്പോൾ അനന്തുവിൻ്റെ കല്യാണം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടില്ല എന്നും. ചെല്ലി ചേച്ചി, ഇനി ഒരുപാട് താമസിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് കുശുമ്പ് കുത്തി ഇവരെ നേരെ ആ പെണ്ണിൻ്റെ വീട്ടുകാരുടെ മുന്നിലേക്ക് അഴക്കുക. അപ്പോൾ ഇവർ ഇങ്ങനെ അമ്മ എന്ത് പറയണമെന്ന് ആലോചിച്ച് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക. ദൈവമേ വന്നവരോട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ മുഖത്തടിച്ച് പറയുന്നതെന്ന് അറിയാൻ പാടത്തൊരവസ്ഥയിൽ അപ്പോഴാണ് വരുന്നു നമ്മുടെ നായകൻ. അപ്പോൾ നായകൻ വന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, അല്ല ഇതാരാ വന്നിരിക്കുന്നത്? അതെ മോനെ, ഇത് നമുക്ക് വേണ്ടപ്പെട്ടവരോ? നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവരുടെ മകൾക്ക് വേണ്ടി നിന്നെ കല്യാണം ആലോചിക്കാൻ. ആഹാ, അങ്ങനെ വരട്ടെ. അപ്പോൾ പതിവില്ലാതെ ഇങ്ങോട്ട് വരുന്നതൊക്കെ അപ്പോൾ എനിക്ക് പെണ്ണാലോചിച്ചുകൊണ്ട് വേണ്ടി വന്നിരിക്കുകയാണല്ലേ? അത് വളരെ മോശമായി പോയല്ലോ. കാരണം ഈ ആചാരങ്ങളും ചിട്ടകളൊക്കെ തെറ്റിച്ച് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിൻ്റെ ആൾക്കാർ വന്നിരിക്കുന്നു ചെറുക്കനെ കാണാനായിട്ട്. അല്ല മോനെ, അത് പിന്നെ ഞാൻ പറഞ്ഞു വരട്ടേന്നേ. അപ്പോഴേക്കും ഈ ഇളയമ്മയെന്ന് അമ്മയുടെ മനസ്സിലേക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ്. ചേച്ചി എന്തേച്ചി ഇനി മിണ്ടാതിരിക്കുന്നത്? പറയുന്നേ, അല്ലെങ്കിൽ അനന്തു ഇപ്പോൾ യെസ് മോളും. അങ്ങനെ മൂളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടുവേ. അപ്പോൾ ഈ അമ്മ പറയാൻ പോകുന്നതിന് മുമ്പ് തന്നെ അനന്ത് അവിടെ പറയാണ്, എൻ്റെ പൊന്നു ചേട്ടാ, ഞാനിപ്പോൾ കല്യാണ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എനിക്ക് കല്യാണപ്രായമൊക്കെ നേരത്തെ കഴിഞ്ഞു പോയി. പക്ഷേ കല്യാണമൊന്നും എൻ്റെ മനസ്സിലില്ല. എനിക്ക് 2 പെങ്ങന്മാരുണ്ട്, ഒരനിയനുണ്ട്. ഈ 2 പെങ്ങന്മാരെയും പഠിപ്പിച്ച് നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ച് എനിക്ക് വിടണം. പിന്നെ എനിക്കൊരു അനിയനുണ്ട്, അവനും നന്നായിട്ട് പഠിപ്പിച്ച് അവനൊരു ജോലി സംഘടിപ്പിച്ച് കൊടുക്കണം. ഇത്രയും ഉത്തരവാദിത്തങ്ങളൊക്കെ എനിക്കുണ്ടെന്നേ. അതിനുശേഷം എപ്പോഴെങ്കിലും കല്യാണം നടക്കണമെങ്കിൽ നടക്കട്ടെ. അല്ലാതെ ഇപ്പെന്നും എൻ്റെ മനസ്സിൽ കല്യാണക്കാര്യത്തെക്കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ല ചേട്ടാ. എന്നോട് ക്ഷമിക്കണം ചേട്ടാ എന്നിങ്ങനെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുക. ഇളയമ്മയ്ക്കാണെങ്കിൽ അപ്പോഴാണെന്ന് ആശ്വാസം തോന്നിയത്. അപ്പോൾ ഈ പെണ്ണിൻ്റെ ആൾക്കാർ വന്നിട്ട് നായകനോട് പറയാണ്, മോനെ, ഇന്നത്തെ കാലത്തെ നിന്നെ പോലൊരു നല്ലൊരു ചെറുപ്പക്കാരനെ കാണാനായിട്ടില്ലടാ. കാരണം നീ നല്ല മനസ്സിൻ്റെ ഉടമയാണ്. കണ്ടില്ലേ, എല്ലാവരും സ്വന്തം ജീവിതം തേടി പോകും. പക്ഷേ നീയോ നിന്റെ പെങ്ങന്മാർക്കും നിന്റെ അനിയനും വേണ്ടി ജീവിക്കാനായിട്ട് ഒരുങ്ങുന്നു. നിന്നെ പോലൊരു മകനെ കിട്ടിയതേ ഇവരുടെയൊക്കെ ഭാഗ്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ യാത്ര പറഞ്ഞിറങ്ങുക. അപ്പോൾ നായകനും പിന്നാലെ പോവുകയും ചെയ്യാണ്. അപ്പോഴേക്കും ഈ അമ്മ ചെന്ന് അനിയത്തിനോട് പറയണം, കണ്ടില്ലേ നീ എന്താ പറഞ്ഞത്? എൻ്റെ അനന്തു എല്ലാം തകിടം മറിക്കുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അവൻ്റെ മനസ്സിൽ കല്യാണ ചിന്തയില്ല. അവൻ്റെ മനസ്സിലെ അവൻ്റെ പെങ്ങന്മാരെക്കുറിച്ചും അനിയനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. അവനെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. ഇപ്പം മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയും അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴാണ് ഇളയമ്മയുടെ മനസ്സിലിപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും നല്ല കാര്യം. ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. അല്ലെങ്കിലേ അനന്തു എങ്ങാനും കല്യാണം കഴിച്ച് ഒരു പെണ്ണിനെയും കൊണ്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനം പടിക്ക് പുറത്താണ്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അനന്തുവിൻ്റെ കല്യാണം ഞാൻ നടത്തില്ല. അവൻ്റെ കല്യാണം ഞാൻ മുടക്കിക്കൊണ്ടേയിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പം അന്ന് രാത്രി കഴിഞ്ഞപ്പോഴേക്ക് അനന്തുവിൻ്റെ ഒരു അനിയനുണ്ടല്ലോ. ആ അനിയനാണെങ്കിൽ കൂട്ടുകാരോടൊക്കെ പറയാണ്, എൻ്റെ ചേട്ടനെ ഒരു മണ്ടൻ ചേട്ടനാ. ആ ചേട്ടൻ്റെ കയ്യിൽ 15 പവൻ്റെ സ്വർണം കിട്ടിയിട്ട് അത് അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് വന്നിരിക്കുന്നു. ഇപ്പം 15 പവന് 10 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. ഇതൊന്നും ചിന്തിക്കാതെയാണ് എൻ്റെ ചേട്ടൻ കാണിച്ചു കൂട്ടുന്നത്. എടാ നീ വിടറാ, നിന്റെ ചേട്ടൻ അങ്ങനെയായി പോയി. എടാ നമുക്കും കിട്ടൂടാ കുറേ സ്വർണം, നമ്മുടെ മുന്നിലേക്ക് വരും കുറേ സ്വർണം.
അങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പാതിരാത്രി ഒരു സ്ത്രീ വലിയ മാലയൊക്കെ ഇട്ട് നേരെ രാത്രി ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ എടാ നോക്കിയിടത് ദേ ആ ആ ആ സ്ത്രീയുടെ കഴുത്തിൽ കിടക്കുന്ന മാല കണ്ടോ, അത് സ്വർണം തന്നെ ആയിരിക്കും. സ്വർണം തന്നെ, അത് കണ്ടിട്ട് ഒരു 5-6 പവൻ്റെ സ്വർണ്ണമാണ്. എടാ എടുത്തോടാ, നമുക്ക് ഏതായാലും ഇത് തട്ടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനന്തുവിൻ്റെ അനിയനും ബാക്കിയുള്ള കൂട്ടുകാരും കൂടി ചേർന്ന് ബൈക്കിൽ ചെന്ന് ഈ സ്ത്രീയുടെ മുന്നിൽ ചെന്ന് നോക്കണേ, ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ഏതാണ് മോനെ, നീ അങ്ങോട്ട് പോയാൽ മതി. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനന്തുവിൻ്റെ അനിയനാണെങ്കിൽ ആ മാലയെ പൊട്ടിച്ചെടുത്തിട്ട് ഒറ്റ ഓട്ടം. ആ സ്ത്രീ ആണെങ്കിൽ നേരെ അവിടെ താഴത്തേക്ക് വീഴുകയും ചെയ്യണം. ദൈവം രക്ഷിക്കണേ, കള്ളൻ എൻ്റെ മാല മോഷ്ടിച്ചുകൊണ്ട് പോയേ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ നിലവിളിച്ചു. പക്ഷേ ആ ഒരു പാതിരാത്രി അവരെ നോക്കാനായിട്ട് ആരും വന്നതുമില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആക്കിയാണ് നമ്മുടെ ഇന്ദുവിനെ കാണിക്കുകയാണ്. അപ്പോൾ ഇന്ദു ആണെങ്കിൽ പതിപോലെ തന്നെ ഓട്ടോറിക്ഷ കാത്ത് നിൽക്കുകയാണ്. അനന്തുവിൻ്റെ ഓട്ടോറിക്ഷ തന്നെയാണ്. ഓട്ടോ സ്റ്റാൻഡിൽ പോയപ്പോൾ അനന്തുവിൻ്റെ ഓട്ടോറിക്ഷ അവിടെ കാണാമല്ലോ. ദൈവമേ, അനന്തുവിനെ കാണാനില്ലല്ലോ, അനന്തുവിൻ്റെ ഓട്ടോറിക്ഷ എവിടെ? അപ്പോൾ അവിടെ നിന്ന് വെച്ചൊരു ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ മോളെ അത് ഓട്ടോയ്ക്ക് പോകാനാണോ, ഈ വണ്ടി കയറിക്കൊന്നേ? ഒന്നുമില്ല, ഞാനിവിടെ വെറുതെ നിന്നുള്ളൂ. അല്ല, ഓട്ടോ സ്റ്റാൻഡിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചു ഓട്ടോയ്ക്ക് പോകാനാണെന്ന്. അല്ല, ഓട്ടോയ്ക്ക് പോകണം, പക്ഷേ ഈ ഓട്ടോയല്ല, എനിക്ക് ആ അനന്തുവിൻ്റെ ഓട്ടോയിലാണ് കയറേണ്ടത്. ഓ, അനന്തുവിൻ്റെ ഓട്ടോയിലാണോ കയറേണ്ടത്? അനന്തു ഒരു ഓട്ടം പോയിരിക്കുകയാണ്, അവനെ വരാൻ താമസിക്കും. മോള് പറഞ്ഞാൽ മതി, എവിടെയെന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് കൊണ്ടേ വിട്ടോളാന്നേ. സാരമില്ല ചേട്ടാ, എനിക്ക് ഈ വണ്ടി കയറണ്ട, എനിക്ക് അനന്തുവിൻ്റെ ഓട്ടോ തന്നെ കയറിയാൽ മതി എന്ന് ഇന്ദു പറയാം. അപ്പോഴാണ് അനന്തുവിൻ്റെ ഓട്ടോ വരുന്നത്. അനന്തു ഓട്ടോ കൊണ്ടുവന്ന് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അനന്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഈ ഇന്ദുവിനെ കണ്ടിട്ട്, അല്ല ഞാൻ എവിടെയോ അന്ന് ആ കല്യാണ പാർട്ടിയിൽ. അപ്പോഴേക്കും ഞാൻ മറന്നോ? അല്ല, ആ പെണ്ണല്ലേ, അത് ശരി, ഇന്നലെ നമ്മൾ കണ്ടതല്ലേ ഉള്ളൂ, അതിന് നമ്മൾ മറന്നുപോയോ എന്നൊക്കെ എന്നെ ചോദിക്കാം. അല്ല ആണ്, എനിക്ക് മറന്നിട്ടൊന്നുമില്ല, എന്നാലും ഞാനൊന്ന് കൺഫേം ചെയ്തേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ പേരെന്താണ്? അങ്ങനെ പേര് ചോദിക്ക്. എൻ്റെ പേര് ഇന്ദുമതി. ഇഷ്ടമുള്ളവർ എന്നെ ഇന്ദു എന്ന് വിളിക്കും. ആഹാ, കൊള്ളാലോ, നല്ല കണ്ടീഷൻ പേരാണല്ലോ. ആ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നായിക ഇങ്ങനെ ചോദിക്കാം, എൻ്റെ പേര് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് കേട്ട നമ്മുടെ ഇന്ദുവിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പ്രണയം ഇങ്ങനെ കോരി വരികയാണ്. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.